ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് സെഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വർഗോ, നിങ്ങളുടെ എന്താ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 9 of Wands. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ആണ് ടെമ്പറൻസ്. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോൾ ഈ സമയത്താണ് സൺ, ലിയോ എനർജി. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്, സൺ ലിയോ എനർജിയാണ്. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് King of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 2 of Pentacles. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ Knight of Pentacles. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് വർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി 9 of Wands ആണ്. 9 of Wands ഒരു ഹേർട്ടായ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ഡിഫിക്കൽട്ടീസിനെയാണ് കാണിക്കണത്. ഇത് ഈ എനർജി ഒരു ബാറ്റിലിൽ ഒരു പേഴ്സൺ വൂണ്ടഡ് ആയ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഇത് ജനറൽ ലൈഫിലായിരിക്കാം. നിങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിലും. നിങ്ങൾ ഒരു ഫൈറ്റർ മാതിരി ഒരു എനർജിയിലാണ്. അപ്പോൾ ഇത് കുറേ ഒരു ഡിഫെൻസീവ് എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യണ ലൈഫ് അല്ല വേണ്ട. നിങ്ങൾക്കൊരു പീസ്ഫുൾ ഹാപ്പി ലൈഫാണ് വേണ്ട ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ടെമ്പറൻസ് ആണ്. അപ്പോൾ ടെമ്പറൻസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്, സാജിറ്റേറിയസ് എനർജിയാണ്. ടെമ്പറൻസ് ഒരു ഹീലിംഗ് എനർജി കൂടിയാണ്. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ എനർജി 9 of Wands എന്താണ്? 4 of Swords ഉണ്ട് ഇവിടെ, ആൻഡ് 8 of Wands ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ടെമ്പറൻസ് എന്താണ്? 3 of Cups ആൻഡ് 9 of Cups. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു കുറച്ച് സമയം വരെ. ആൻഡ് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോണു. കുറെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്, നിങ്ങളുടെ സൈഡിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകണ്ട ഈ മാസം. എന്തെങ്കിലും സ്റ്റാഗ്നൻസി ഉണ്ടാച്ചാലും ഇപ്പോൾ ഒരു ഫോർവേഡ് മൂവ്മെന്റ് നിങ്ങൾക്ക് കാണും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ടെമ്പറൻസും ഹീലിംഗിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഈ ഹീലിംഗ് എനർജി കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് റെഡിയാണ്. ആൻഡ് ഇപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പ് അവർക്ക് വേണം എന്നുണ്ട് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഇത് അവരുടെ വിഷാണ്. അപ്പോൾ അവർ ആ വിഷ് ഫുൾഫിൽ ചെയ്യാൻ ആക്ഷൻ എടുക്കും ഈ മാസം. നിങ്ങളുടെ കറണ്ട് എനർജി സൺ ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് കുറേ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് ഇവിടെ. ആൻഡ് കുറേ ഹാപ്പിനെസ്, അബണ്ടൻസിൻ്റെ എനർജിയും കൂടിയാണ് സൺ. ക്ലാരിറ്റിയുടെ എനർജിയാണ് സൺ. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും
ഡിസ്കസ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും, പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ സൺ എന്താണ് ഇവിടെ, അത് ലിയോ എനർജിയാണ്, വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു റീകൺസിലിയേഷൻ ആണ്. ഈ റീകൺസിലിയേഷന്റെ കാരണം നിങ്ങൾ രണ്ടാളും ഹാപ്പിയാണ്. ഈ റീകൺസിലിയേഷൻ നിങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ രണ്ടാളുടെയും അതൊരു വിഷ് ആയിരുന്നു. ആൻഡ് അതിപ്പോൾ ഈ മാസം ഫുൾഫിൽ ആവുന്നുണ്ട്. അപ്പോൾ 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാതിരി കുറെ കൺഫ്യൂഷൻ ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട് ഈ സമയത്ത്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി വരാൻ പോണത്. പക്ഷെ കറന്റ്ലി നിങ്ങൾ ആക്ച്വലി എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു എനർജിയിലാണ്. ഇത് ഓൾറെഡി ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇതൊരു പാസ്റ്റ് കറണ്ട് ഫീലിങ്സ് എനർജി ആയിരിക്കാം. പക്ഷെ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. 7 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ഫോർവേഡ് മൂവ്മെന്റ് വേണം എന്നുണ്ട്. നിങ്ങൾ വേഗം ആക്ഷൻ എടുക്കാനാണ് നോക്കുന്നത്. ഈ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് വാൻഡ്സ് ആണ്. ഇവര് നിങ്ങളെ കുറിച്ച് കുറെ സീരിയസ് ആണ്. അവർക്കൊരു ഫ്യൂച്ചർ വേണം, നിങ്ങളുടെ കൂടെ ഒരു മാരേജ് വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ഇത് ഒരു വെരി ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത്. അവരുടെ ഫീലിങ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം പ്ലാൻ ആണ്. ഓക്കെ, അവർ ഇങ്ങനെ ഒരു കാഷ്വൽ ആയിട്ടല്ല വരണത്, കുറെ സീരിയസ് ആണ് നിങ്ങളെ കുറിച്ച്. പക്ഷെ അവർക്കൊരു സ്ട്രെങ്ത് ഇല്ല, പറഞ്ഞാൽ ഇന്നർ സ്ട്രെങ്ത്, കുറച്ചൊരു ധൈര്യക്കുറവുണ്ട്, കുറച്ചൊരു പേടിയും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർ ഡെഫിനറ്റ്ലി അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫോർവേഡ് മൂവ്മെന്റ് വേണം എന്നുണ്ട്. ഈ സമയത്ത് അവർ പ്ലാൻ ആണ് ചെയ്യണത് എങ്ങനെയാ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേന്ന്. അതുകൊണ്ടായിരിക്കും ഇതുവരെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തത്. കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് വെച്ചാൽ ഈ ഓഫർ അവർ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ആ ഓഫർ ചെയ്യുക. ആ എന്താ ഒരു മാരേജിന്റെ എൻഗേജ്മെന്റിന്റെ ഓഫർ ഉണ്ടാവും. അത് പക്ഷെ കുറച്ച് അവർക്ക് വെയിറ്റ് ചെയ്യണം. ആ ശരിയായ സമയത്ത് ആണ് അവർ ഈ പ്രപ്പോസൽ നിങ്ങൾക്ക് തരിക. കിങ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. അപ്പൊ നിങ്ങൾ ഡിസിഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസിഷൻ എടുക്കണ്ടാച്ചാലും ഒരു കുറെ പ്രാക്ടിക്കൽ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം ഇമോഷണൽ ആയിട്ടല്ല, പ്രാക്ടിക്കൽ ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കണേ. കിങ് ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്, ഏസ് ഓഫ് വാൻഡ്സ്. പക്ഷെ ഇവിടെ കുറെ പാഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ ആയാലും നിങ്ങൾക്ക് ഫീലിങ്സ് ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാം തരത്തിലും നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ, ഇമോഷണൽ എല്ലാം സൈഡിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്, അപ്പം നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ റെഡിയാണ്. ഈ പേഴ്സന്റെ ഡിറക്ഷനിൽ നിങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്, ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സണിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട്. പക്ഷെ എവിടെയോ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ നിങ്ങൾ അവരെ ഡിസപ്പോയിന്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അതൊക്കെയാണ് അവരുടെ മനസ്സിൽ പേടിയുള്ളത്. നിങ്ങളുടെ ആക്ഷൻ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും ആ ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആയതുകൊണ്ട് ഇതൊരു വെരി സ്ലോ മൂവിങ് എനർജിയാണ്. അവർക്ക് കുറെ സമയം എടുക്കേണ്ട ഒരു ആക്ഷൻ എടുക്കാൻ. അപ്പൊ അതിന്റെ മുമ്പേ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യും, അങ്ങനെയും ആവാം. അപ്പൊ ഈ ജഡ്ജ്മെന്റ് എന്താണ്, ഒരു റെന്യൂവലിന്റെ എനർജിയാണ് ജഡ്ജ്മെന്റ്. അപ്പൊ പേജ് ഓഫ് സോർഡ്സ്, നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും ഈ മെസ്സേജ്. ആൻഡ് ഈ പേഴ്സൺ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള എനർജിയിലാണ് ഇവര്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം? ഇവിടെ പേജ് ഓഫ് കപ്സ്, ഒരു പുതിയ ബിഗിനിങ്, ഒരു അപ്പോളജി, ഒരു ന്യൂ സ്റ്റാർട്ട്, അതൊക്കെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ്. ഓക്കെ, ആൻഡ് ഇത് കുറെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പും കൂടിയാണ്. ആൻഡ് ഇത് ഞാൻ കാണുന്നത് ഒരു മുമ്പോട്ട് ഫോർവേഡ് മൂവിങ് എനർജിയാണ് ഈ മാസം. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ആൻഡ് റൊമാൻസിൽ നല്ലൊരു സമയമാണ്. അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ ഫീലിങ്സ്, മനസ്സിലുള്ള മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ എനർജി, സാജിറ്റേറിയസ്,
ടോറസ്, വർഗോ, കാപ്രിക്കോൺ, അക്വേരിയസ്, ഏരീസ്. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും ഒരു ഹീലിംഗ് എനർജിയിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നത്. ഐ ഹിഡ് ഹു ഐ റിയലി ആം ഫ്രം യു. ഇറ്റ് വാസ് മൈ ഫോൾട്ട്, ബട്ട് ഐ ബ്ലെയിംഡ് യു. ഐ ആം അഫ്രേഡ് ടു കോൺടാക്ട് യു. ഞാൻ പറഞ്ഞ മാതിരി അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഡിലേ ഉണ്ടാവണേ ഈ സമയത്ത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഫോർവേഡ് മൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിങ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം. നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യണ്ടെന്നുണ്ട് വെച്ചാൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാം. മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ഉടനെ വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.